വീട്ടിലെ ക്ലോസറ്റ് 24 കാരറ്റ് സ്വർണത്തിലാണ് അദ്ദേഹം 2-നും 1-നും പോണത്. നമ്മളൊക്കെ ഇരിക്കുന്ന ക്ലോസറ്റിന് 10, 15, 25, 50 അല്ലെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം വിലയാണെങ്കിൽ ഫരാരിയുടെ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ വലിയ വലിയ വിലപിടിപ്പുള്ള കമ്പനിയുടെ ക്ലോസറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ബ്രൂണോ സുൽത്താൻ അപ്പിടണ ക്ലോസറ്റ് 24 കാരറ്റ് സ്വർണത്തിന്റെ ക്ലോസറ്റാണ്. അദ്ദേഹത്തിന്റെ വാഷ് ബേസിൻ സ്വർണമാണ്. അദ്ദേഹത്തിന്റെ എല്ലാം സ്വർണത്തിൽ മുക്കിയിരിക്കുകയാണ്. അത്ര വലിയ കോടീശ്വരന്റെ പേര് മുസ്ലിമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമിന്റെ കയ്യിലാണ്. 63 രാജ്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. പെട്രോളിയത്തിന്റെ ഉറവിടം ഒട്ടുമിക്കയും മുസ്ലിമീങ്ങളുടെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും ഗ്യാസുള്ള 2ാമത്തെ രാജ്യം ഖത്തറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്യാസുള്ള രാജ്യം ഖത്തറാണ്. ലോകത്തിലെ ഏറ്റവും പെട്രോളുള്ള 1ാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്. ഇങ്ങനെയൊക്കെ അല്ലാഹു നമുക്ക് അവന്റെ നിഅമത്ത് വാരി വിതറി തന്നിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതല്ലേ. എവിടെയാണ് നമ്മൾ മോശക്കാരായത്? എവിടെയാണ് നമ്മൾ മുഅ്മിനാവാത്ത കാലത്താണ് നമ്മൾ മോശക്കാരായത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അൻതുമുൽ അഅലൂൻ, ലോകത്തെ എക്കാലത്തും ഉന്നതിൽ നിങ്ങളാണ്. ലോകത്തെ എക്കാലത്തും ഉന്നതന്മാര് നിങ്ങളാണ്. നിങ്ങൾ ആരാവണം? മിൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങളാണ് വലിയവര്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു റഷ്യക്കും പറ്റൂല, ഒരു ചൈനക്കും പറ്റൂല, ഒരു ഇസ്രയേലിനും പറ്റൂല, ഒരു അമേരിക്കക്കും പറ്റൂല. 63 ഇസ്ലാമിക രാജ്യങ്ങള് ഒറ്റക്കെട്ടായി നിന്നാൽ ഇസ്രയേൽ ലോകത്തിലുണ്ട്. ഇസ്രയേലിനെ തോൽപ്പിക്കാനേ രാസായുധം വേണ്ട, ന്യൂക്ലിയറും വേണ്ട, ആറ്റം ബോംബും വേണ്ട, ഒറ്റ കാര്യം വേണ്ടു. 63 ഇസ്ലാമിക രാജ്യങ്ങളിലെ മുസ്ലിമീങ്ങൾ ഒരു ദിവസം സുബഹിക്ക് നേരത്തെ നീച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് ഇസ്രയേലിൻ്റെ നേരെ തിരിഞ്ഞിക്കുക, എന്നിട്ട് ഒന്നങ്ങോട്ട് മൂത്രമൊഴിക്കുക. ഈ 63 രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരൊറ്റ മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകാനുള്ള ചുക്കുള്ളൂ 10-12 കോടി യഹൂദികൾ ലോകത്തിട്ടോ. ഒന്നുമില്ല, ആളെ പിപ്പിരിയാക്കുകയാണ്. മുസ്ലിമേ, നമ്മൾ ഐക്യമില്ലാത്തതിന്റെ കാരണം കൊണ്ടാണ് അള്ളാഹു കടുത്ത പരീക്ഷണങ്ങൾ നമ്മുടെ തലക്ക് വെച്ച് കെട്ടുന്നത് കേട്ടോ. അള്ളാഹു തരേണ്ടതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പണം തന്നു, അന്തസ്സ് തന്നു, അഭിമാനം തന്നു, ആളെ തന്നു, രാജ്യം തന്നു, സംവിധാനങ്ങൾ തന്നു. നമ്മളത് ദുരുപയോഗം ചെയ്തതിന്റെ പേരിലാണ് നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി കൊണ്ടിരിക്കുന്നത്.